അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സന്തോഷമുളവാക്കുന്ന ഈ ഒത്തുചേരലിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട UAE MGM പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട റാബിയ മുഹമ്മദ്, ജനറൽ സെക്രട്ടറി, നമുക്ക് സ്വാഗത ഭാഷണം നിർവഹിച്ച ഏറെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ഫാത്തിമ ജലീൽ, UAE കമ്മിറ്റിയുടെ ട്രഷറർ പ്രിയപ്പെട്ട ഷബ്നം, അതിലൊക്കെ ഉപരി ഇന്നത്തെ ഈ വൈകുന്നേരത്ത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടേക്ക് എത്തിച്ചേർന്ന നല്ലവരായ സഹോദരിമാരെ, ഏറെ സന്തോഷമുണ്ട്, അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ. നേരത്തെ ഫാത്തിമ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന ഒരു വലിയ സദസ്സിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ഈ UAE വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർക്കൊന്നും ലഭ്യമാവാത്ത ഭാഗ്യമാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കേൾക്കുവാനും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമൊക്കെയുള്ള ഭാഗ്യം സിദ്ധിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു 10-15 ദിവസം മുമ്പ് നമ്മളുടെ മലപ്പുറം ജില്ലയിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു മരണമുണ്ടായി. 5 പെൺകുട്ടികൾ സ്കൂൾ വിട്ട് പരീക്ഷ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുന്ന വഴി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുമ്പം ഒരു ലോറി വന്ന് മറിയുകയും ആ ലോറി മറിയുന്നത് കണ്ട് അതിലെ ഒരു പെൺകുട്ടി മാറി പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തു ചാടുകയും ബാക്കി 4 പെൺകുട്ടികൾ ഒരുമിച്ച് അതിനടിയിൽപ്പെടുകയും തൽക്ഷണം തന്നെ മരണപ്പെടുകയും ചെയ്ത വലിയ ദുഃഖകരമായ ഒരു വാർത്ത. 5 പേരും കളിച്ച് ചിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിൻ്റെ പടിയിറങ്ങി കടന്നു വന്ന് വീട്ടിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല. നാളെ കാണാമെന്ന് പറഞ്ഞ് പല സഹപാഠികളോടും യാത്ര പറഞ്ഞ് തിരിച്ചു പോന്നിട്ട് നാളെ അവർ കാണുന്നത് ഇവരുടെ കൂട്ടുകാരികളുടെ മയ്യത്താണ്. ഇത്രയേയുള്ളൂ നമ്മൾക്ക് മരണത്തിലേക്കുള്ള ദൂരം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് നമ്മൾക്ക് ചെയ്യാനുള്ള എല്ലാം നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മളെപ്പം മരിക്കും എന്നുള്ളത് നമുക്കൊരിക്കലും ഒരാൾക്കും അറിയാൻ കഴിയാത്ത ഒന്നാണ്. നമ്മളുടെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് എന്നുള്ളത് അതുമാത്രം റബ്ബ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന് പോലും അതറിയില്ല, തൻ്റെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക എന്നുള്ളത് നമ്മൾക്കറിയില്ല. പക്ഷേ ആ സഹാബാക്കളൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകനും അവരുടെ കൂടെയുണ്ടായിരുന്ന സന്തത സഹചാരികളായിരുന്ന സഹാബാക്കളൊക്കെ ആ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി, വിശ്വാസത്തോടു കൂടി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആ റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. നമുക്കറിയാം, ജഅഫർ ബിൻ അബി ത്വാലിബ് എന്ന് പറയുന്ന സഹാബി, മക്കയിലെ മർദ്ദനം കഠിനമായിരുന്ന സമയത്ത് ജഅഫർ ബിൻ അബി ത്വാലിബ് അബീസീനിയയിലേക്ക് ഹിജ്റ പോവുകയാണ്. അബീസീനിയയിലേക്ക് ഹിജ്റ പോയവരുടെ കൂട്ടത്തിൽ ജഅഫർ ബിൻ അബി ത്വാലിബും ഉണ്ടായിരുന്നു. അവിടെ എത്തി നജ്ജാശി, അവരുടെ രാജാവായ നജ്ജാശിയോട് മക്കയിൽ അവരനുഭവിച്ചിരുന്ന മക്കയിലെ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. അന്ന് പറയുന്നത്, കടലിലെ കക്ക പെറുക്കിയും
ആടുമാടുകളെ മേച്ചും മരുഭൂമിയിൽ ആടുമാടുകളെ മേച്ചും കടലിൽ കക്ക പെറുക്കിയും ജീവിച്ചിരുന്ന ഞങ്ങളുടെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. സംസ്കാരമില്ലാത്ത, വിവേകമില്ലാതെ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വിഭാഗമായിരുന്നു ഞങ്ങൾ എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനുമായി രംഗപ്രവേശനം ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ മാറ്റമുണ്ടായത് എന്നുള്ളതും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനമുണ്ടായത് എന്നുള്ളതും അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് തന്നെ അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് സൂറത്തുൽ ജുമുഅയിൽ പറയുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്നുള്ളത്. അതിനെ സൂചിപ്പിക്കുന്നത്, വിശദീകരിക്കേണ്ട ആവശ്യമില്ലാതെ എൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് ഇതറിയാം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അവരിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വരെ അവരെങ്ങനെയായിരുന്നു? യത്ലു അലൈഹിം ആയാത്തിഹി, അവർക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഗ്രന്ഥത്തെപ്പറ്റിയും അതുപോലെ തന്നെ ഹിക്മത്തിനെക്കുറിച്ചും അവരെ പഠിപ്പിച്ചു കൊടുത്തു. അതിനു മുമ്പ് വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്ന ആളുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. ഇത് ജഅഫർ ബിൻ അബീ ത്വാലിബ് നജാഷിയോട്, അവിടുത്തെ രാജാവായിരുന്ന നജാഷിയോട് പറയുകയാണ്, ഞങ്ങൾ ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഈ പ്രവാചകനാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് പറയുകയാണ്. ഈ പ്രവാചകൻ ഞങ്ങളെ രക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടണം, നാളെ സ്വർഗം കിട്ടണം, പരലോകത്ത് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതോടൊപ്പം ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളിപ്പോൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ തന്നെ അവരുടെ കാലഘട്ടത്തിൽ ഇബാദത്തുകൾ നിർണയിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ആദ്യം അവരിലുണ്ടായത് വിശ്വാസമാണ്. ആ വിശ്വാസവും പരലോക ജീവിതത്തെക്കുറിച്ചും യഥാർത്ഥമായ വിശ്വാസത്തെക്കുറിച്ച്, യഥാർത്ഥമായ തൗഹീദിനെക്കുറിച്ചാണ് അവരോട് കൃത്യമായി അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത്, അവരോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇബാദത്തുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഹിജ്റ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലാണ്. അതേപോലെ തന്നെ നോമ്പിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ഹിജ്റ പോയതിന് ശേഷമാണ്. മദീനയിൽ വെച്ചിട്ടാണ് നോമ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സക്കാത്തിനെ കുറിച്ചാണെങ്കിലും ഹജ്ജിനെ കുറിച്ചാണെങ്കിലും ഒക്കെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് അവരുടെ പരലോകത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചുമാണ്. ഐഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യം തന്നെ അവരോട് കള്ള് നിരോധിക്കുന്നതിനെക്കുറിച്ചോ നമസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ ആണ് പറയുന്നത് എങ്കിൽ ഇത്രയും അധികം ആളുകൾ ഇസ്ലാമിക്കിലേക്ക് വരില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ വിശ്വാസം അവരുടെ മുമ്പിൽ രൂഢമൂലമായതിന് ശേഷം അതൊരു മനുഷ്യൻ്റെ മനസ്സിൽ യഥാർത്ഥമായ വികലമായ വിശ്വാസങ്ങൾക്കപ്പുറത്തേക്ക് യഥാർത്ഥമായ ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ ഉടലെടുത്താൽ പിന്നെ ഒക്കെ നമ്മൾക്ക് എളുപ്പമാകും എന്നുള്ളത് പ്രവാചകനും അനുയായികളും നമ്മളെ പഠിപ്പിച്ചു തരിക. അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് അമ്മാമൻ സകുലത്ത് മവാജീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാളിയ വ അമ്മാമൻ ഖഫത്ത് മവാജീനുഹു ഫ ഉമ്മുഹു ഹവിയ വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ എന്നുള്ള സൂറത്ത് നമ്മൾക്കറിയാം. ആ സൂറത്തിൽ വളരെ കൃത്യമായിട്ട് പറയാം, ആരുടെ തുലാസാണോ കനം തൂങ്ങുന്നത് അവർ സന്തോഷത്തിലാണ് എന്നുള്ളത്. ആരുടെ തുലാസാണോ ഖഫത്ത് മവാജീനുഹു, ആരുടെ തുലാസാണോ കനം കുറയുന്നത് അവർ നരകത്തിലാണ്, അല്ലെങ്കിൽ അവർ അവർക്ക് സ്വർഗമില്ല എന്ന് പറഞ്ഞു തരികയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ തുലാസിൻ്റെ കനം തൂങ്ങണം. ആ തുലാസിൻ്റെ കനം തൂങ്ങുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും എന്ത് പ്രവർത്തനം ചെയ്യണം? നമ്മളിപ്പം ചിന്തിക്കുന്നത്, നമ്മളിപ്പം ആലോചിക്കുന്നത്, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, ഖുർആൻ ക്ലാസ് കേൾക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്, നമ്മളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പരിവർത്തനമുണ്ടായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊക്കെ സ്വായത്തമാക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഒരു ഭാഗത്തുകൂടി കടന്നു വരികയാണ്.
നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ നേതൃത്വം കൊടുത്ത് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഇബാദത്തുകൾ, നമ്മളുടെ അമലുകൾ നിരർത്ഥകമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും നമ്മൾ എടുക്കുന്ന അമലുകളൊക്കെ പാഴായി പോകും. നമ്മളുടെ ഈ കാലഘട്ടത്തിലെ സഹാബിമാർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അതിനെക്കുറിച്ച് മറ്റൊരു ചോദ്യമില്ലാതെ, മറ്റൊരു തരത്തിലുള്ള വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ, ഒരു സംശയം ലെവലേശം പോലും നിൽക്കാതെ അവർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന, അംഗീകരിക്കുന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. നമുക്കൊക്കെ അറിയാം, സഫാ മലയുടെ മുകളിൽ പോയി നിന്നുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന് തുടങ്ങുന്ന ഏതാനും ആയത്തുകൾ മലക്ക് ജിബ്രീൽ വന്ന് ജബലുൻ നൂറിൽ വെച്ച്, ഹിറാ ഗുഹയിൽ വെച്ച് പ്രവാചകൻ ഓതിക്കേൾപ്പിച്ച് കൊടുത്തതിന് ശേഷം ആ പ്രവാചകൻ പിന്നെ വീട്ടിലിരിക്കുകയായിരുന്നു. ദഅവത്തിന് വേണ്ടി പോയില്ല, ജനങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടി പോയില്ല. പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പേടിച്ച് വിറച്ചുകൊണ്ട്, ചരിത്രം നിങ്ങൾക്കറിയാം, ഖദീജ ബീവിൻ്റെ അടുക്കലേക്ക് ചെന്നതും ജമ്മിലൂനി ഖദീജ എന്ന് പറഞ്ഞതും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രത്തിൻ്റെ ഭാഗമായ സമയത്ത്, തീരെ പോവാതിരുന്ന ഒരു സമയത്ത് വീണ്ടും അള്ളാഹുവിൻ്റെ പ്രവാചകന് വഹി ഇറങ്ങിയാണ്. സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ, അടുത്ത ബന്ധുക്കളെ, പിന്നെ അൻജിർ അശീറത്തക്കൽ അക്രബീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങുമ്പോഴാണ് തൻ്റെ കൂട്ടങ്ങളെ, തൻ്റെ കുടുംബക്കാരെ ഇതിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി, ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി സഫാ മലയുടെ മുകളിലേക്ക് കയറുന്നത്. സഫാ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഓരോ ഗോത്രക്കാരെയും പേരെടുത്ത് വിളിച്ച് അവരാ താഴ്വരയിൽ വന്ന് നിന്ന സമയത്ത് അബൂജഹൽ അടക്കമുള്ള ആളുകൾ ചോദിക്കുകയാണ്, ആരാ വിളിക്കുന്നത് എന്ന് ചോദിക്കുക. അത് മുഹമ്മദാണ് എന്ന് പറയാം. മുഹമ്മദ് വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും. ആ കാര്യം എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ഓരോ ഗോത്രക്കാരും ആ താഴ്വാരത്ത് വന്ന് നിൽക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കറിയാം, ഈ താഴ്വരയുടെ പിന്നിൽ നിന്നൊരു ശത്രു സൈന്യം നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നു. പലതിനെക്കുറിച്ചും ചോദിക്കുന്നു. എൻ്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കില്ലേ എന്ന് ചോദിക്കുന്നു. എല്ലാം അവർ സത്യമാണ്, ഞങ്ങൾ വിശ്വസിക്കും, സ്വീകരിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, എന്നാൽ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു എന്നെ ദൂതനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ ഏകനായ രക്ഷിതാവിൽ നിങ്ങൾ വിശ്വസിക്കണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്നുള്ള സാക്ഷ്യവചനം നിങ്ങൾ മനസ്സിൽ നിങ്ങളത് ഉൾക്കൊള്ളണം എന്ന് പറയുന്നത്. തബ്ബത്ത് യാ മുഹമ്മദ് എന്ന് അബൂജഹൽ പറയാം. മുഹമ്മദെ നീ നശിക്കട്ടെ എന്ന് പറയാണ്. ഇത് പറയാനാണോ നിങ്ങൾ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് വരെ ആരാധിച്ചിരുന്ന, ഞങ്ങൾ ഇന്ന് വരെ പൂജിച്ചിരുന്ന ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ മോശമാക്കുന്ന തരത്തിലുള്ള ഒരു വർത്തമാനം കേൾക്കാനാണോ മുഹമ്മദെ ഞങ്ങളെ നീ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുക. മുഹമ്മദെ നീ നശിക്കട്ടെ എന്ന് പറയാണ്. അവരവിടെ നിന്ന് തിരിച്ചു പോരാണ്. പക്ഷേ കേവലം കുറച്ചാളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിച്ചു. ആ വിശ്വസിച്ച ആളുകൾക്ക് നേരെയുണ്ടായ അക്രമത്തിന് കയ്യും കണക്കുമില്ലായിരുന്നു, നമ്മൾക്കറിയാം. അവിടെ നിന്ന് തിരിച്ചു പോരുക. ആ തിരിച്ചു പോന്ന അന്ന് മുതൽ പ്രവാചകന് നേരെയുണ്ടായ അവരുടെ അക്രമങ്ങൾ, ആ അക്രമങ്ങൾ നമ്മൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമായിരുന്നു. നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളും വിതറാറുണ്ട്, ചതിക്കുഴിയുണ്ടാക്കി ചാടിക്കാറുണ്ട്, ഒട്ടകത്തിൻ്റെ ചീഞ്ഞു നാറിയ കുടൽമാലകൾ പെരടിയിൽ കൊണ്ടുപോയിട്ടിട്ട് അതെടുക്കാൻ പോലും പുഴുത്തരിച്ച ആ കുടൽമാലകൾ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പോലും അറപ്പും വെറുപ്പോടും കൂടി ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു. ഒരാൾക്ക് പോലും അതിനുള്ള മനസ്സില്ലാതെ നിൽക്കുന്ന സമയത്ത് ഫാത്തിമ ബീവിയൊക്കെ വന്നിട്ട് അത് തോളത്ത് നിന്ന് എടുത്തു മാറ്റിയതിനെക്കുറിച്ചുമൊക്കെ നമ്മൾക്കറിയാം. നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളും വിതറുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ജനിച്ച മണ്ണിൽ, പിറന്ന മണ്ണിൽ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിൽ, താൻ ജനിച്ച മണ്ണിൽ തനിക്കൊന്ന് ജീവിക്കാനുള്ള ഒരവസരം പോലും നൽകാതെ, നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരാലും വീട്ടുകാരാലും ബഹിഷ്കരിക്കപ്പെടുക, ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ, പച്ചവെള്ളം പോലും കൊടുക്കാതെ പ്രവാചകൻ അവിടെ നിന്ന് ആട്ടിയോടിക്കുക പോയ സന്ദർഭങ്ങളൊക്കെ നമ്മൾക്കറിയാം. പച്ചില മാത്രം ഈ മരുഭൂമിയിൽ ഇപ്പം നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന പച്ചിലകളും അതുപോലെ തന്നെ മരങ്ങളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയും ഇവിടെയും കാണുന്ന പച്ചിലകൾ ഭക്ഷിച്ചിട്ട് കാഷ്ടിക്കുമ്പം മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു എന്നാണ്, ആടുമാടുകൾ കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു പ്രവാചകൻ കാഷ്ടിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. വിസർജന നടത്താൻ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ, വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ പ്രവാചകൻ അനുഭവിച്ച ത്യാഗങ്ങളായിരുന്നു.
ആ പ്രവാചകനാണ് ജനിച്ച മണ്ണിനോട് വിട പറഞ്ഞിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ആ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പം മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ്, മക്കേ, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, ഞാൻ പിറന്ന മണ്ണിൽ നിന്ന് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, ഇവിടെ ഇനി താമസിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് പരിപൂർണ ബോധ്യമായിട്ടുണ്ട്. എനിക്ക് പോകുമ്പോൾ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, മക്കയെ വിട്ടു പോകുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട് എന്ന് പറയാം. നമ്മൾ ജനിച്ച മണ്ണിൽ നിന്ന്, നമ്മൾ പിറന്ന മണ്ണിൽ നിന്ന്, നമ്മളുടെ ജോലി ആവശ്യാർത്ഥം, നമ്മളുടെ മറ്റാവശ്യങ്ങൾക്ക് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും നമ്മളുടെ മനസ്സെപ്പോഴും നമ്മളുടെ നാട്ടിലാണ്, നമ്മളുടെ വീട്ടിലാണ്. ആ പ്രവാചകൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അത്രയും കാലം ജനിച്ച ഒരു സുഖങ്ങളും സന്തോഷങ്ങളും പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾക്കൊക്കെ നമ്മളെ പ്രസവിച്ച നമ്മളുടെ ഉമ്മ, എത്ര കാലം നമ്മൾ നമ്മളുടെ ഉമ്മയെ കണ്ടു, എത്ര കാലം നമ്മൾ ഉമ്മയുടെ താരാട്ടുപാട്ട് കേട്ടു, എത്ര കാലം നമ്മൾ ഉമ്മയുടെ മടിത്തട്ടിൽ നമ്മൾ ഇരുന്നു, ഉമ്മ വിളമ്പിത്തന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു. ഈ പ്രവാചകൻ്റെ ഒരു ജീവിതത്തിലേക്കൊന്ന് പോയി നോക്കിയേ. ഒരു ഉമ്മയുടെ സന്തോഷം പ്രവാചകന് ആവാഹിച്ചെടുക്കാൻ അല്ലെങ്കിൽ പ്രവാചകന് അനുഭവിക്കാനുള്ള യോഗമുണ്ടായിട്ടില്ല. 7 വയസ്സ് പ്രായമാകുമ്പോഴേക്കിനും സ്വന്തം ഉമ്മ മരിച്ചു. പ്രിയപ്പെട്ട തൻ്റെ ഉപ്പയെ, തൻ്റെ പിതാവിനെ ഒരു നോക്ക് കാണാൻ പോലും ഭാഗ്യം ലഭിക്കാത്ത ഒരു മനുഷ്യൻ, സ്വന്തം പിതാവ്, ജന്മം കൊടുത്ത പിതാവിനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല. ഗർഭസ്ഥ ശിശുവാവുന്ന സമയത്ത് ഉപ്പ മരിച്ചു പോവുക. ഒരു ഉപ്പ തനിക്ക് തൻ്റെ ഉപ്പയെ ലാളിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ മക്കളെ ലാളിക്കുന്നതും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഒരാൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടാകും, എനിക്കൊരു ഉപ്പയുണ്ടായിരുന്നുവെങ്കിൽ ഇത് തന്നെയാവില്ലേ എൻ്റെയും അവസ്ഥ എന്ന് ചോദിക്കില്ലേ? ആ പ്രവാചകൻ എവിടെയാണ് സുഖം കിട്ടിയത്? സ്വന്തം ഉപ്പയെ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. പിറന്നു വീണ് വർഷങ്ങൾ കഴിയുമ്പോഴേക്കിനും 6-7 വർഷമാകുമ്പോഴേക്കിനും സ്വന്തം ഉമ്മ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഒരു ജ്യേഷ്ഠൻ എന്ന് പറയാൻ ഒരാളില്ല. നമ്മൾക്ക് നമ്മളുടെ കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ ജ്യേഷ്ഠനോട് പറയാം, നമ്മളുടെ അനുജത്തിയോട് പറയാം, നമ്മളുടെ സഹോദരിമാർ ജ്യേഷ്ഠത്തിമാരോട് പറയാം. അതിനൊക്കെ നമ്മൾക്ക് ആളുകളുണ്ട്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒറ്റക്കായിരുന്നില്ലേ ജീവിതത്തിൽ? എന്നാ ഒരു സുഖവും സമാധാനവും ഉണ്ടായിട്ടുള്ളത്? പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് 40 വയസ്സാകുന്നത് വരെ ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളോടൊപ്പം അദ്ദേഹം സഞ്ചരിച്ചു. ഖദീജ ബീവിയെ വിവാഹം കഴിച്ചതും അതുപോലെ തന്നെ ഖദീജ ബീവിയോടൊപ്പം താമസിച്ചതും ആ സമയത്താണ് ഒരല്പമെങ്കിലും സന്തോഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അനുഭവിച്ചിട്ടുള്ളത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മരണത്തിന് ശേഷം 40-ാമത്തെ വയസ്സ് വന്നു. ആ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയതിന് ശേഷം വീണ്ടും ആ സുഖവും സമാധാനവും ജീവിതത്തിൽ നിന്ന് മാറി. പക്ഷെ ആ സുഖവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറിയാലും അതിനൊരു സന്തോഷമുണ്ടായിരുന്നു ഉള്ളിൽ. ഈ തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ള വലിയ ഒരു സന്തോഷം അള്ളാഹുവിൻ്റെ പ്രവാചകനുണ്ടായിരുന്നു. അത് അവരുടെ മനസ്സിൽ ഉറപ്പായിരുന്നു. തൻ്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടും, തനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്നുള്ള സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷത്തിലേക്ക് തൻ്റെ അനുയായികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവരൊക്കെ തന്നെ, സഹാബിമാരൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് അവരൊക്കെ നയിച്ചിരുന്നത്. എത്രമാത്രം പ്രയാസങ്ങളായിരുന്നു നമ്മൾക്കറിയില്ല. ഓരോരുത്തരുടെ ചരിത്രം എടുത്തു നോക്കുമ്പോഴും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾക്കറിയാം. അദ്ദേഹത്തെ ഒരു മരക്കഷ്ണത്തിൻ്റെ മുകളിൽ ആണിതറച്ച് അതിൻ്റെ മുകളിൽ അദ്ദേഹത്തെ കുരിശിൽ ആണിതറക്കുന്നത് പോലെ അദ്ദേഹത്തെ ആണിതറച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് എത്തിയപ്പോഴും ആ അള്ളാഹു അഹദ് എന്നുള്ളതിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾക്കറിയാം. ചുട്ടുപഴുത്ത മണലിൽ കരിങ്കല്ല് വെച്ച് കെട്ടിക്കൊടുത്ത് അറബി കുട്ടികൾക്ക് വലിക്കാനിട്ട് കൊടുക്കുകയായിരുന്നു. ആ വലിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് പുറത്ത് നിന്ന് ഈ ചുട്ടുപഴുത്ത മണലിൽ മലർത്തി കിടത്തി വലിച്ചു കൊണ്ടിരിക്കുമ്പം പുറത്ത് നിന്ന് തൊലി ഉരിഞ്ഞു പോവുക, നീര് ശരീരത്തിൽ നിന്ന് വരിക, ആ ചാട്ടവാറ് കൊണ്ടുള്ള അടി കൊണ്ട് പുളയുക. ആ സമയത്തും ഒരല്പം വെള്ളത്തിന് വേണ്ടി, കുടിക്കാൻ ദാഹിച്ചിട്ട് അവശനായിട്ടൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പം നമ്മൾ കാർക്കിച്ച് തുപ്പിയിട്ട് അവരുടെ വായിലേക്ക് തുപ്പിക്കൊടുക്കുക. ആ കാർക്കിച്ച് തുപ്പി തൻ്റെ വായിലേക്ക് തുപ്പിയത് ഇറക്കുക. കാരണം ദാഹത്തിൻ്റെ കൊടുമ കൊണ്ട് ദാഹിച്ച അവശനായ ഒരു മനുഷ്യൻ. എന്തിനാ ഇത്രമാത്രം അവർ പ്രയാസപ്പെട്ടത്? സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ചിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. സ്വന്തം ഭർത്താവിനെ ഈത്തപ്പനയുടെ മുകളിൽ കെട്ടിയിടുക, ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഈ ഭാര്യ
സുമയ്യ ബീവി റളിയല്ലാഹു അൻഹു നിലത്ത് മലർത്തി കിടത്തിയിരിക്കുക. കയ്യിലൊരു പൊന്നോമന പൈതലുണ്ട്. അമ്മാർ എന്ന് പറയുന്ന ഇത്തിരി പോന്നൊരു കുട്ടിയുണ്ട്. ഈ അമ്മാർ എന്ന് പറയുന്ന കുട്ടിയെ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. സുമയ്യ ബീവിയെ നിലത്ത് കിടത്തിയിട്ട് മർദ്ദിച്ചു കൊണ്ടിരിക്കുക. ഇപ്പുറത്ത് ചാട്ടവാറുകൊണ്ട് കെട്ടിയിട്ടിട്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഈ അടിയുടെ ആഘാതത്തിൽ അവരുടെ ശരീരം പൊട്ടിയിട്ട് അത് ഈത്തപ്പനയുടെ ഓലക്ക് മുകളിലേക്ക് രക്തം ചീറ്റിത്തെറിക്കണമെങ്കിൽ എന്തായിരിക്കും ആ പ്രഹരത്തിൻ്റെ ശക്തി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ചുട്ടുപഴുത്ത അവരുടെ മർമ്മങ്ങളിലൊക്കെ തന്നെ ചുട്ടുപഴുത്ത കമ്പി കൊണ്ട് അവരുടെ മർമ്മങ്ങളിൽ കുത്തിക്കൊണ്ടിരിക്കുക, വേദനിപ്പിച്ചു കൊണ്ടിരിക്കുക. ജനനേന്ദ്രിയത്തിലുള്ള ചുട്ടുപഴുത്ത കമ്പി അവരുടെ ജനനേന്ദ്രിയത്തിലൂടെ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കത്തുന്ന മാംസത്തിൻ്റെ ഗന്ധത്തോടൊപ്പം കുത്തുന്ന ശത്രുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുക അല്ലാഹു അഹദ് എന്നുള്ളത്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിലൂടെ കടന്നു വരുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാം, യാസിർ കുടുംബമേ ക്ഷമ അവലംബിക്കുക, നാളെ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ ആ ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന്, ശത്രുക്കളിൽ നിന്ന്, അവരുടെ യജമാനിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്ഷമിക്കുക, നാളെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അവരനുഭവിച്ച ത്യാഗങ്ങൾ, അവരനുഭവിച്ച വേദനകൾ എത്രമാത്രമായിരുന്നു എന്നാലോചിച്ച് നോക്കിയേ. ഷുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിൻ്റെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത്, ആ സമയത്ത് ആദ്യം ഒരു പറ്റം ആളുകളെ മദീനയിലേക്ക് പറഞ്ഞയക്കാം. പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെയുണ്ടായിരുന്ന സഹാബാക്കളെ ഒരു പറ്റം ആളുകളെ ആദ്യം മദീനയിലേക്ക് പറഞ്ഞയച്ചു. ആദ്യം കുറച്ച് ആളുകൾ ഇങ്ങനെ മദീനയിലേക്ക് പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ ഷുഹൈബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ ഷുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയുടെ പരിധി വിടുന്ന സമയത്ത്, മക്കയുടെ അതിർത്തി വിടുന്ന ആ സമയം എത്തിയപ്പോൾ ആ ശത്രുക്കൾ അവരെ തടഞ്ഞു നിർത്തുക. ഷുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തുക. എന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഞങ്ങളിൽ നിന്ന് കച്ചവടം ചെയ്ത് കിട്ടിയ ഈ സമ്പാദ്യം കൊണ്ട്, ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങൾക്ക് ഈ കച്ചവടത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ കച്ചവടം കൊണ്ട് സമ്പാദിച്ചതാണെങ്കിലും അത് ഞങ്ങളുടെ പണമാണ്. ഞങ്ങളിൽ നിന്ന് കച്ചവടം ചെയ്ത് ഉണ്ടാക്കിയ ഈ ലാഭവുമായിട്ട് എല്ലാം കെട്ടിപ്പെറുക്കി നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ല, എനിക്ക് ഇതേറ്റ് പോകണം എന്നല്ല പറഞ്ഞത്. ഇത് ഞാൻ സമ്പാദിച്ച സമ്പാദ്യമാണ്, ഇതുമായിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞില്ല. പകരം പറഞ്ഞത്, എനിക്ക് ഈ സമ്പാദ്യങ്ങളൊന്നും വേണ്ട, ഈ സമ്പാദ്യം മുഴുവനും നിങ്ങൾക്ക് ഞാൻ നൽകിയാൽ എന്നെ നിങ്ങൾ പോകാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുക. അതെ, ഈ സമ്പാദ്യം മുഴുവൻ നിങ്ങൾക്ക് നൽകിയാൽ പോകാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് മറുപടി പറഞ്ഞപ്പം ഉടുത്തിരുന്ന തുണി അതുമാത്രം എടുത്ത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ പോലും കൊടുത്തിട്ട് ആ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഷുഹൈബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മദീനയിലേക്ക് പോവുക. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? നാളെ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾക്ക് ചെയ്യണം, അതിനു വേണ്ടിയായിരുന്നു. എന്നിട്ടും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അപ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടില്ലേ എന്നുള്ളതാണ്. എത്രമാത്രം കഷ്ടപ്പെട്ട്, ഇത്രമാത്രം പ്രയാസപ്പെട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നത് റബ്ബേ ഞങ്ങൾക്ക് സ്വർഗം കിട്ടില്ലേ എന്നുള്ളതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾക്കറിയാം. നമ്മളൊക്കെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചും കേൾക്കാത്തവർ നമ്മളുടെ കൂട്ടത്തിലില്ല. പാൽക്കാരി തള്ളയുടെ മകളും അതുപോലെ തന്നെ ഉമ്മയും തമ്മിലുള്ള സംഭാഷണം നമ്മൾക്കറിയാം. ഒരു ഉമ്മ തൻ്റെ 3 മക്കളെയും കൂട്ടിപ്പിടിച്ച് നട്ടപ്പാതിര നേരത്ത് വീട്ടിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുക. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു എന്ന് നമ്മൾക്കറിയാം. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നട്ടപ്പാതിര നേരത്ത് ജനങ്ങളുടെ ക്ഷേമം അറിയുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2-3 കുട്ടികളുടെ കരച്ചിൽ കേൾക്കുക. ഉമ്മ അവിടെ എന്തോ ഒരു കലത്തിൽ എന്തോ ഇളക്കുന്നുണ്ട്. ആ ഇളക്കിക്കഴിഞ്ഞ് അതിപ്പം പാകമാകും, ഇപ്പം വേവും എന്ന് വിചാരിച്ച് മക്കൾ കാത്തിരുന്ന് കരഞ്ഞ് തളർന്നുറങ്ങുക. ആ തളർന്നുറങ്ങുന്ന സമയത്ത് കുട്ടികളുടെ കരച്ചിൽ കേട്ട് വാതിലിൽ മുട്ടുമ്പം ഉമ്മ പിറുപിറുത്തുകൊണ്ട് വാതിൽ തുറക്കാൻ വരിക. പട്ടിണിയാണെങ്കിൽ പട്ടിണി, സ്വസ്ഥമായിട്ട് വീട്ടിലൊന്ന് കിടന്നുറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിൻ്റെ വാതിലിൻ്റെ മുമ്പിലേക്ക് വരിക. വാതിൽ തുറന്നു കൊടുക്കുക. ആ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നിലുണ്ട്.
ഈ സ്ത്രീക്കറിയില്ല ഇത് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളത് ഇവർക്കറിയില്ല. വാതിൽ തുറന്നു കൊടുത്തു. ആ വാതിൽ തുറന്നു കൊടുത്ത് അവർ ചോദിക്കുകയാണ്, എന്തിനാണ് കുട്ടികൾ കരയുന്നത്? കുട്ടികൾ പട്ടിണി കിടന്നിട്ട് കരയുകയാണ്. അവർ 2-3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി തൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് ചോദിക്കുക, ഭക്ഷണത്തിന് എന്താ ഇവിടെ ഉള്ളത് എന്നുള്ളത്. റൊട്ടിയുണ്ട്, ഈത്തപ്പഴമുണ്ട്, ഒരല്പം വെണ്ണയുണ്ട്, എന്നാൽ അത് ഒരു പാത്രത്തിലാക്കി തരാൻ പറയാം, അതൊരു വട്ടിയിലാക്കിയിട്ട് തരണം എന്ന് പറയാം, കൊട്ടയിലാക്കി തരണം എന്ന് പറയാം. അതിനോടൊപ്പം ഭക്ഷണം പാകം ചെയ്യാനുള്ള മാവ് കൂടി തരണം എന്നാവശ്യപ്പെടുക. ഇതെല്ലാം കൂടി ഒരു വലിയ കൊട്ടയിലാക്കിയിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതെടുത്ത് ചുമലിൽ വെക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ വേലക്കാരൻ പറയാണ്, യജമാനനെ നിങ്ങൾ ചുമക്കണ്ട, ഇത് ഞാൻ ചുമന്നോളാം എന്നുള്ളത്. അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പം എൻ്റെ പാപഭാരം ചുമക്കാൻ നിങ്ങളുണ്ടാവുമോ എന്ന് ചോദിക്കുക. എൻ്റെ പാപഭാരം ചുമക്കാൻ നിങ്ങളുണ്ടാവുമോ എന്ന് ചോദിക്കുക. അയാളൊന്നും മറുപടി പറഞ്ഞില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് തോളിലേറ്റിയിട്ട് പോവുക. ഇവരുടെ വീട്ടിൻ്റെ വാതിലിൽ പോയി വീണ്ടും മുട്ടുക. ആ കുട്ടികൾ മുട്ടുന്നത് കേട്ട് കുട്ടികൾ ഉണരുമോ എന്ന് പേടിച്ചിട്ട് വീണ്ടും പിറുപിറുത്തുകൊണ്ട് ആ വാതിൽ തുറക്കുമ്പം അവരുടെ മുമ്പിലേക്ക് ഈ കൊട്ടയിലെ സാധനങ്ങൾ വെച്ചിട്ട് പറയുന്നത്, ഇതിൽ ഈത്തപ്പഴമുണ്ട്, റൊട്ടിയുണ്ട്, വെണ്ണയുണ്ട്. ആ ഉറങ്ങുന്ന കുട്ടികളെ ഉണർത്തിയിട്ട് അവർക്കിത് കൊടുക്കണം. അവർ ഭക്ഷിച്ചിട്ട് അവർ വയറ് നിറച്ചുണ്ടിട്ട് അവരുറങ്ങട്ടെ എന്ന് പറയാം. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരാട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ മരിച്ചാൽ അതിന് ഉമർ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നട്ടപ്പാതിര നേരത്ത് ഈ മദീന തെരുവീതിയിലൂടെ ചുറ്റി സഞ്ചരിക്കുക. എന്തൊക്കെ ചരിത്രങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ മദീന പള്ളിയുടെ ഓരത്തിരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പം 2 കൈയും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. 2 കണ്ണിൽ നിന്നും കണ്ണുനീരടർന്ന് വീണ് തേങ്ങലുകൾ അവസാനിക്കാതെ വന്നപ്പം കുറേ നേരം സഹാബാക്കൾ കാത്തിരുന്നു. ഈ തേങ്ങലുകൾ അടങ്ങുന്നില്ല. അങ്ങനെ ഈ സഹാബാക്കൾ പോയിട്ട് പുറത്ത് തട്ടിയിട്ട്, ഉമറെ എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പം ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി, ഒരു സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം നമ്മൾക്ക് കിട്ടുമോ എന്ന് ആലോചിച്ചുകൊണ്ട് പേടിച്ചിട്ടാണ് അത്ര കരയുന്നത്. നമ്മൾ നാളെ സ്വർഗം കിട്ടുമോ എന്ന് ചോദിക്കുമ്പം ആ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുമോ, ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് എന്ന് പറയുന്നത് എത്രയാണ്, ആ ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം എനിക്ക് കിട്ടുമോ എന്ന് ആലോചിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കിയേ. വിഷലിപ്തമായ അമ്പേറ്റിട്ട് മദീനയിലെ പള്ളിയിൽ വിഷലിപ്തമായ അമ്പേറ്റിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുക. വേദന കൊണ്ട് പുളയുകയാണ്. ആ വിഷലിപ്തമായ അമ്പേറ്റിട്ട് കിടക്കുന്ന സമയത്തും അദ്ദേഹം മരിക്കാൻ ഇങ്ങനെ കലിമ ചൊല്ലി കിടക്കുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മടിയിലാണ് തല വെച്ച് കിടക്കുന്നത്. ഞാൻ എവിടെയാണ് എൻ്റെ തല വെച്ചത് എന്ന് ചോദിക്കാം. എൻ്റെ തല എവിടെയാണ് വെച്ചത് എന്ന് ചോദിക്കാം. എൻ്റെ ഉപ്പയുടെ തല എൻ്റെ മടിയിലാണ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുക. എൻ്റെ മടിയിലാണ് ഉപ്പയുടെ തല വെച്ചിരിക്കുന്നത്. എന്നാൽ മോനെ, ആ തലയൊന്ന് നിൻ്റെ മടിയിൽ നിന്നെടുത്ത് ഈ മണ്ണിലേക്ക് എന്നെ മുഖമൊന്ന് കുത്തിയിട്ട് എൻ്റെ മുഖമൊന്ന് ചാരി വെച്ചിട്ട് എന്നെ ആ മണ്ണിലൊന്ന് കിടത്തുമോ എന്ന് ചോദിക്കുക. എന്നിട്ട് പറയുന്നത്, എന്തിനാ മണ്ണിൽ കിടത്തുന്നത് എന്ന് ചോദിക്കുമ്പം പറയുന്നത്, അത്രമാത്രം വേദനയുണ്ട് എനിക്ക്, സക്കറാത്തിൻ്റെ വേദന അത്രമാത്രമുണ്ട്, മരണത്തോട് ഞാൻ മല്ലടിച്ചു കൊണ്ടിരിക്കുക, അത്രമാത്രം സക്കറാത്തിൻ്റെ വേദനയുണ്ട്. എൻ്റെ റബ്ബ് എൻ്റെ പ്രയാസം കണ്ടിട്ട്, എൻ്റെ പ്രയാസം, ഞാൻ ഈ മണ്ണിൽ കിടന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എൻ്റെ റബ്ബ് കണ്ടിട്ട്, എൻ്റെ റബ്ബ് ഈ സക്രാത്തിൻ്റെ വേദനയിൽ നിന്ന് എനിക്കൊരല്പം ശമനം തന്നാലോ എന്നാലോചിച്ചുകൊണ്ടാണ് എന്നുള്ളത്. ആരാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? നേരത്തെ ഞാൻ പറഞ്ഞ സിഫത്തുകളൊക്കെയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് സ്വർഗം കാണിച്ചു കൊടുത്തപ്പം സ്വർഗത്തിലെ ഏറ്റവും സുന്ദരമായ ഭവനം കാണിച്ചു കൊടുക്കുക. ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിക്കാം, ഇതാർക്കുള്ളതാണ് എന്നുള്ളത്. അത് 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. എന്തുമാത്രം വലിയൊരു കൊട്ടാരം, എന്ത് സുന്ദരമായ കൊട്ടാരം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം പള്ളിയിൽ വന്ന സമയത്ത് മിമ്പറിൽ നിന്ന് പറയാം, എനിക്കൊരു വലിയൊരു ഭവനം കാണിച്ചു തന്നു, ആ ഭവനത്തെക്കുറിച്ച് വിശദീകരിക്കാം. എന്നിട്ട് പറഞ്ഞു, അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ് ആ ഭവനം എന്നുള്ളത്. എന്നിട്ട് ഉമറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഉമർ സദസ്സിലിരിക്കുന്നുണ്ട്, പ്രവാചകൻ മിമ്പറിലുണ്ട്. അവിടെ നിന്ന് ഉമറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഉമറെ, ഞാൻ ആ ഭവനത്തിൽ കയറട്ടെ എന്നൊന്ന് ആലോചിച്ചു.
ഒരു നിമിഷം അത്രയും സുന്ദരമായ ആ ഭവനത്തിലേക്ക് ഞാനൊന്ന് കയറട്ടെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അതിലേക്ക് കയറാൻ ഒരുങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി അതാദ്യം ഉമർ തന്നെ കയറട്ടെ, ഞാൻ കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്നാലോ എന്നുള്ളത്. ആ സദസ്സിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾ കയറിയാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കാം. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരാണ് ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾക്കറിയാം. ഇത്രമാത്രം ഹദീസ് ക്രോഡീകരിച്ച മറ്റൊരാളും ഉണ്ടാവുകയില്ല. അത്രമാത്രം ഹദീസ് ക്രോഡീകരിച്ച വ്യക്തി, പ്രവാചകൻ്റെ കൂടെ സന്തത സഹചാരിയായി നിലകൊണ്ടിരുന്ന വ്യക്തി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മൾ ഹദീസ് പഠിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകളെക്കുറിച്ച് നമ്മൾ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി കടന്നു ചെല്ലുമ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുമ്പം സഹാബാക്കൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാ കരയുന്നത്? കാരണം ഇത്രമാത്രം സന്തോഷമുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസുകൾ ക്രോഡീകരിച്ച താങ്കളെപ്പോലെയുള്ള ആളുകൾ എന്തിനാണ് മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നത് എന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറയുന്ന മറുപടി, അസ്സഫറു തൊവീലുൻ വസാദു കലീലുൻ. അസ്സഫറു യാത്ര എന്ന് പറയുന്നത് തൊവീലുൻ, അതൊരുപാടുണ്ട്. എന്നാൽ അവിടേക്ക് കൊണ്ടുപോകാനുള്ള അസാദ് വിഭവം എന്ന് പറയുന്നത് അത് കസീറിൻ കുറച്ചേ ഉള്ളൂ. നമ്മളൊന്നും സമ്പാദിച്ചിട്ടില്ല, നമ്മൾ ഈ ലോകത്ത് നിന്നൊന്നും സമ്പാദിച്ചിട്ടില്ല. അവിടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മലക്ക് വന്ന് നമ്മളുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുന്ന സമയം തൊട്ട് നമ്മളുടെ ഖബറിലെ നമ്മളുടെ ജീവിതം, ബർസക്കിയായ ജീവിതം, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുന്ന അവസ്ഥ, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് നമ്മൾക്കറിയില്ല. അങ്ങനെ ഈ ദുന്യവിയായ ജീവിതത്തിൽ നിന്ന് നമ്മൾ പോയി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നമ്മളെ വേർതിരിക്കുന്ന സമയം വരെ ദീർഘമായ ഒരു യാത്രയുണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള വിഭവം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ഈ വിഭവങ്ങളും കൊണ്ട് നമ്മൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയോ ഇല്ലേ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണല്ലോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് സ്വയം ഒരു ആത്മപരിശോധനക്ക് നമ്മൾ തയ്യാറാവുക എന്നുള്ളത്. സ്വയം ഒരു ആത്മപരിശോധനക്ക് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മളുടെ കയ്യിൽ, ഇവരുടെ ഒന്നും കയ്യിൽ അവിടേക്ക് കൊണ്ടുപോകാനുള്ള വിഭവങ്ങളില്ല എന്ന് പറയുമ്പം നമ്മളുടെ കയ്യിൽ എത്രമാത്രം വിഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ആത്മപരിശോധനക്ക് നമ്മൾ വിധേയമാക്കണം. എന്താ നമ്മളുടെ കയ്യിലുള്ളത്? നമ്മൾ എന്താ കൊണ്ടുപോകാൻ നമ്മളുടെ കയ്യിലുള്ളത്? എന്താ നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ സ്വന്തത്തെ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കണം. നമ്മളുടെ സ്വന്തത്തെ, നമ്മളുടെ ശരീരത്തെ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മളുടെ കുടുംബത്തെ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭർത്താക്കന്മാരും നമ്മളുടെ കുടുംബാംഗങ്ങളും നമ്മളുടെ മക്കളും ഒക്കെ നമ്മളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. ഒരു സമൂഹത്തെ നമ്മൾക്ക് രക്ഷപ്പെടുത്തണം. എന്താ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്? നാളെ എന്ന് പറയുന്ന ലോകത്തേക്ക് നമ്മൾക്ക് പോണ്ടേ? ആ പോകുന്നതിന് മുമ്പ് കൊണ്ടുപോകാൻ നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കണം. എന്താ നമ്മളുടെ കയ്യിലുള്ളത്? നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? നമ്മൾ ഈ പറയുന്നത് പോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഇബാദത്തുകളൊക്കെ നിരർത്ഥകമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ഇപ്പുറത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതാ നമ്മൾക്ക് കൊണ്ടുപോകാനുണ്ടാകുക നമ്മളുടെ കയ്യിൽ? അമ്മാമൻ സക്കുലത്ത് മവാജീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാളിയ എന്നുള്ളത് ഞാൻ ഓതിക്കൽപ്പിച്ചു. നമ്മളുടെ തുലാസിൻ്റെ കനം തൂങ്ങണ്ടേ? ആ തുലാസിൻ്റെ കനം തൂങ്ങുന്നതിന് വേണ്ടി എന്താ നമ്മൾ സ്വരൂപിച്ചിട്ടുള്ളത്? അവരെന്തായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. അവരുടെ മക്കളെ പോറ്റുമ്പം, അവരുടെ കുടുംബത്തെ പോറ്റുമ്പം, അവർ സമൂഹത്തിലുള്ള അവരുടെ പ്രവർത്തനം എന്തിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നു അവർ? എന്താ ഇന്ന് നമ്മളുടെ ദുനിയാവിൻ്റെ സ്ഥിതി? ഇന്നത്തെ നമ്മളുടെ ലോകത്തിൻ്റെ സ്ഥിതി എന്താണ്? നേരത്തെ ഫാത്തിമ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ വീടകങ്ങളാണെങ്കിലും നമ്മളുടെ ചുറ്റുഭാഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സ്വന്തം മക്കളെ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്വന്തം മക്കളെ വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വളർത്തി, നമ്മൾ സന്തോഷിപ്പിച്ച്, നമ്മൾ ജീവിച്ച് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച നമ്മളുടെ പെൺമക്കൾ
വൈകുന്നേരത്ത് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോയിട്ട് ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നതിന് വേണ്ടി മകൾ പഠിക്കായിരിക്കുമെന്ന് വിചാരിച്ചൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് മകളുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുക. മകളെ വിളിച്ചു നോക്കുമ്പോൾ മകളില്ല. അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ച് നോക്കുമ്പം സ്റ്റഡി ടേബിളിൻ്റെ മുകളിലൊരു കുറിപ്പ് കാണുമ്പം, ഉമ്മ, എനിക്ക് ഉമ്മയോട് വിരോധമൊന്നുമില്ല, പക്ഷേ ഞാൻ സ്നേഹിച്ച ചെറുക്കൻ്റെ കൂടെ പോവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഉമ്മ മറ്റൊന്നും തോന്നരുത്, ഉമ്മ എന്നെ ശപിക്കരുത് എന്ന് പറഞ്ഞ് എഴുതി ഇറങ്ങിപ്പോകുന്ന മക്കൾ. ആൺകുട്ടികളുടെ അവസ്ഥ, എത്ര കാലം നമ്മൾ നമ്മളുടെ മക്കളെ നോക്കി. ഗർഭത്തിലിരിക്കുന്ന സമയമൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആ ഗർഭാവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രമാത്രം പ്രയാസത്തോടു കൂടിയാണ് നമ്മൾ ആ ഗർഭാവസ്ഥയെ തരണം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾക്കറിയാം, നല്ല രൂപത്തിൽ നമ്മൾ ഗർഭം ധരിച്ചാലും നമ്മൾക്കുണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതയിൽ നമ്മളുടെ തല താഴ്ത്തി വെച്ച് കാലുയർത്തി വെച്ച് കിടക്കുന്ന രംഗങ്ങളുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സിസേറിയൻ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന രംഗങ്ങളുണ്ട്. ഏതിനൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പ്രസവം കഴിഞ്ഞ് ആ കുട്ടിയുടെ കൈയാണോ വളരുന്നത് കാലാണോ വളരുന്നത് എന്ന് നോക്കുക. അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുക, ഷമീമ നമ്മളോട് സംസാരിക്കാനുണ്ട്. കൈയാണോ വളരുന്നത് കാലാണോ വളരുന്നത് എന്ന് നോക്കി നമ്മൾ വളർത്തി ഉണ്ടാക്കുന്ന കുട്ടികൾ ഓരോ പ്രായത്തിലും ഓരോ വയസ്സ് വരുമ്പോഴും നമ്മളുടെയൊക്കെ മൊബൈലിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച പടങ്ങൾ എടുത്തു നോക്കിയാൽ പ്രസവിച്ച അന്ന് മുതൽ 6 മാസം കഴിയുമ്പോഴത്തെ 3 മാസം കഴിയുമ്പം 6 മാസം കഴിയുമ്പം 1 വയസ്സാകുമ്പം 2 വയസ്സാകുമ്പം കുട്ടിയുടെ വളർച്ചക്കനുസരിച്ച് അവരുടെ ഫോട്ടോ നമ്മളുടെ മൊബൈലിലും അതുപോലെ തന്നെ നമ്മളുടെ ലാപ്ടോപ്പിലും നമ്മളുടെ വീട്ടിലെ ആൽബത്തിലുമൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരാറുള്ളത്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്ത്, അവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നിടത്ത് നമ്മൾ എത്രമാത്രം നമ്മൾ സന്തോഷം കാണിക്കാറുണ്ട്. നമ്മൾക്കില്ലെങ്കിലും അവർക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക. എത്ര വാച്ചുകൾ, എത്ര വസ്ത്രങ്ങൾ നമ്മളുടെ മക്കൾക്കുണ്ട്. ഇതൊക്കെ നമ്മളുടെ സന്തോഷത്തിൻ്റെ പേരിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. നമ്മളുടെ കുട്ടികളോട് നമ്മൾക്ക് വെറുപ്പില്ല. അങ്ങനെ നമ്മൾ നമ്മളുടെ കുട്ടികളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി, അവർ പഠിക്കാൻ അവർക്ക് ഏത് കോളേജ് വേണമെന്ന് പറയുമ്പം അവിടെ തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മളുടെ കൈപ്പിടിയിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ ഊർന്നിറങ്ങിപ്പോവുക. സഹിക്കാൻ പറ്റുമോ നമ്മൾക്ക്? നമ്മൾ പെറ്റ നമ്മളുടെ മക്കൾ, ഉമ്മക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്, എന്നെ ശപിക്കരുത്, ഞാൻ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കൂടെ പോവുക. 10-20 വയസ്സ് വരെ നമ്മൾ വളർത്തിയ നമ്മളുടെ കുട്ടികൾ നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിലും അതിനേക്കാൾ ഇഷ്ടം മറ്റൊരു പുരുഷനോട് അവർക്ക് തോന്നുക, അവർ പോവുക. നമ്മളുടെ പെൺകുട്ടികൾ ആ തരത്തിലാണെങ്കിൽ ആൺകുട്ടികൾ അതിനേക്കാൾ അപ്പുറത്താണ്. ലഹരിക്ക് അഡിക്റ്റാകുന്ന നമ്മളുടെ ആൺമക്കൾ. പെൺകുട്ടികളും ഒട്ടും മോശമില്ല. നമ്മൾ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ ആകെ ഞെട്ടി വിറച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ആൺമക്കൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളർത്തി ഉണ്ടാക്കുന്ന നമ്മളുടെ ആൺമക്കൾ. ആ ആൺമക്കൾ ഏതെങ്കിലും ഓവുചാലിൻ്റെ അരികിൽ കള്ള് കുടിച്ച് ലക്ക് കെട്ട്, ലഹരിക്ക് അഡിക്റ്റായിട്ട് ലക്ക് കെട്ട് ഓവുചാലിൻ്റെ അടുക്കലും അതുപോലെ തന്നെ ഓവുപാലത്തിന് മുകളിലുമൊക്കെ ഉടുതുണി പോലും ഇല്ലാതെ കിടക്കുന്നത് നമ്മളുടെ ഉമ്മമാരോട് മറ്റാളുകൾ വന്ന് പറയുമ്പം അത് കണ്ട് സഹിക്കാൻ കഴിയാതെ, അത് കേൾക്കാൻ കഴിയാതെ വാവിട്ട് കരയുന്ന ഉമ്മമാരുടെ എണ്ണം നമ്മളുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുക. നമ്മളുടെ നാട്ടിൽ അങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നമ്മളുടെ മക്കൾ എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ അവർ തിരിച്ചു വരുന്നതും കാത്ത് നമ്മളിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നാട്ടിലെ പല ഉമ്മമാരും എൻ്റെ കുട്ടി ഒന്ന് വരാതിരുന്നെങ്കിൽ, എന്നാൽ ഞങ്ങൾക്ക് എൻ്റെ പെൺകുട്ടികളെയും കൂട്ടിപ്പിടിച്ച് സമാധാനത്തോടു കൂടി ഇന്ന് അന്തിയുറങ്ങാമായിരുന്നു എന്ന് പറയുന്ന നമ്മളുടെ ഉമ്മമാരുടെ എണ്ണം കൂടിക്കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾക്ക് യഥാർത്ഥമായ വിശ്വാസം, റബ്ബിനെ കണ്ടുമുട്ടാനുണ്ട് എന്നുള്ള ആ ഉറപ്പിൻ്റെ മുകളിൽ ഞാനും നിങ്ങളും നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാറ്റിനും പരിഹാരമുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്, അവനിലാണ് അഭയം എന്നുള്ള ആ അള്ളാഹുവിലാണ് അഭയം എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളുടെ മനസ്സിൽ രൂഢമൂലമാക്കി ആ തരത്തിലേക്ക് നമ്മളുടെ വീട്ടകങ്ങളിൽ നമ്മളുടെ മക്കളെ ആ തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയണം. പടച്ച തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളുടെ വീടുകളിൽ നിന്ന് ഈ നാട്ടിൽ
നാട്ടിലേക്ക് വന്ന് ഇവിടുത്തെ പ്രയാസങ്ങളോടൊപ്പം സുഖത്തോടൊപ്പം ഒക്കെ നിങ്ങൾ നിൽക്കുമ്പം ഇത് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ റബ്ബ് തട്ടി നീക്കിയിട്ട് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും കോരിച്ചൊരിഞ്ഞ് നൽകുമാറാവട്ടെ. നമ്മളുടെ മക്കൾ നമ്മൾക്ക് സ്വാലിഹായ സന്താനങ്ങളായി നമ്മളുടെ മക്കൾ മാറട്ടെ. കൺകുളിർമയുള്ള മക്കളായിട്ട് നമ്മളുടെ മക്കളെ കാണാനുള്ള ഭാഗ്യം റബ്ബ് നമ്മൾക്ക് തരട്ടെ. എല്ലാ തരത്തിലും റബ്ബ് ഖൈറും ബർക്കത്തും തന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും നമ്മൾക്ക് കണ്ടുമുട്ടാനും ഈ കണ്ടുമുട്ടിയതുപോലെ തന്നെ ഈ സന്തോഷം പങ്കിടുന്നത് പോലെ തന്നെ നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമ്പം അവിടെ നമ്മൾക്ക് കാണാനും നമ്മൾക്ക് പരസ്പരം നമ്മൾക്ക് കണ്ടുമുട്ടാനുമുള്ള എല്ലാ ഭാഗ്യവും റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സിൻ്റെ സാന്നിധ്യത്തിൽ ഹൃദയം തൊട്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.